എന്ന് പറഞ്ഞാൽ അവിടെയാണ് നീ ദൈവത്തെ കാണേണ്ടതും അള്ളാഹുവിനെ കാണേണ്ടതും. അവിടെയാണ് നിന്റെ ആരാധനയുടെ ഏറ്റവും ഉത്തമമായ മൂല്യമുള്ളതും. അതാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഞാൻ സുദീർഘമായി പറയുന്നില്ല, നിരവധി ആളുകൾ പ്രസംഗിക്കാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷവും ഇതേ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വന്നു എന്ന് മാത്രം. നാം ഈ നാട്ടിൽ ഇവിടെ തന്നെ നാം ജന്മം കൊണ്ട് ഇവിടെ തന്നെ പഠനം നടത്തി ഇവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു എളിയ സേവകൻ എന്നുള്ള നിലയ്ക്ക് മാത്രം, അതും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് വിളിച്ചാൽ അങ്ങനെ എങ്ങനെ മാറി നിൽക്കുക? ഏറ്റവും ഉത്തമമായ മാർഗം ഇവിടെ എത്രയോ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ടുള്ള നമ്മെ മുന്നേ നയിക്കുന്ന എന്റെ മുഖപരിചയമുള്ളവരും ഇല്ലാത്തവരും ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്നിരുന്നാലും പ്രവാചകൻ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി എന്റെ യൂത്ത് കോൺഗ്രസിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാചകർ മനുഷ്യനെ 3 തട്ടാക്കി വേർതിരിച്ചിട്ടുണ്ട്: ബാല്യം, യുവത്വം, വാർദ്ധക്യം എന്നുള്ളത്. അതിൽ ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്നതിൽ യുവത്വത്തെ പ്രവാചകർ ലോകത്തോട് വരച്ചു കാണിച്ചുകൊണ്ട് ആ യുവത്വം മുറുകെ പിടിച്ചാൽ, ആ യുവത്വത്തിൽ ചുറുചുറുക്കോടെ പ്രവർത്തിച്ചാൽ എന്തും നേടാം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഏറ്റവും കലുഷിതമായ ഇസ്ലാമിന്റെ അന്തരീക്ഷത്തിൽ, ഇസ്ലാം എന്താണെന്ന് അറിയാതെ തെറ്റിദ്ധരിച്ചൊരു അന്തരീക്ഷത്തിൽ, പ്രിയപ്പെട്ട എൽദോസാർ വരുന്നുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട നേതൃത്വമാണ്. അല്ലാഹു എല്ലാ നിലയ്ക്കും ഖൈർ ചെയ്യട്ടെ എന്നെപ്പോഴും പ്രാർത്ഥിക്കും. നമ്മുടെ മുഹിബാണ്, വളരെ ചെറുപ്പം കാലം മുതലുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവർ, അങ്ങനെ യുവത്വത്തെ വരച്ചു കാണിച്ചിട്ട് പറഞ്ഞു ഏറ്റവും